സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും സ്വല്പ വ്യത്യാസത്തിൽ ചില അഭിപ്രായങ്ങൾ കാശ്മീരിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത്. കാരണം എത്രയോ കാലത്തിന് ശേഷം കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നു. എസ്പെഷ്യലി ശ്രീനഗറിൽ 40% പോളിംഗ് ഉണ്ടായി എന്നുള്ളതാണ്. അത് ഒരു വലിയ കാര്യമാണ്. കാരണം കാശ്മീർ ജനത ഏതാണ്ട് ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തോടുകൂടി മാനസികമായിട്ട് അടുത്തിരിക്കുന്നു എന്നുള്ളതിനൊരു വലിയ തെളിവാണ് ഇത്രയും കാര്യമായിട്ടുള്ള പോളിംഗ് നടന്നിട്ടുള്ളത്. ഞാനവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം 65-70 തിരഞ്ഞെടുപ്പൊരു തികച്ചും ഒരു പ്രഹസനമായിരുന്നു. എനിക്കറിയാം, ആക്ച്വലി കള്ളവോട്ടെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ച പോലെ റേഷൻ കാർഡ് കൊണ്ടുവന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്ന് കാണിച്ചില്ലെങ്കിൽ അന്നവിടെ ഫ്രീ റേഷനായിരുന്നു, അതുപോലെ നിർത്തുമായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു വ്യതിചലനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മെയിൻ സ്ട്രീം ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾക്കും കാര്യമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന കാശ്മീരികൾ വിശ്വസിച്ചു തുടങ്ങിയ വളരെ വലിയ കാര്യം തന്നെയാണ്. ആക്ച്വലി ഞാൻ ഓർക്കുന്നത് മാർക്ക് ടൂലി എന്ന് പറയുന്ന പ്രശസ്തനായ 25 കൊല്ലം BBC-യുടെ ഇന്ത്യയിലെ കറസ്പോണ്ടൻ്റായിരുന്നു. നല്ലവണ്ണം ഹിന്ദി പോലും സംസാരിക്കുന്ന സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്: ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം ജനതയ്ക്ക് ഇത്ര കംഫർട്ടബിളായിട്ട് താമസിക്കുവാൻ പറ്റിയ ഇടം ഭാരതമല്ലാതെ വേറെ ഒരിടമില്ല. കാരണം ഇസ്ലാമിൽ തന്നെ നിങ്ങൾക്കറിയാം പല പല ശാഖകളുണ്ട്. ഷിയാസ്, സുന്നീസ്, പിന്നെ വഹാബീസ്, അങ്ങനെ ഈ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം തന്നെ ഇവർ തമ്മിൽ വലിയ വലിയ ഘോരമായ സംഘടനകളാണ്. ഇപ്പോൾ ഇറാൻ ഷിയയാണ്, അതാണ് ഒരു മെയിൻ പ്രോബ്ലം ബാക്കി അറബ് രാജ്യങ്ങൾക്ക്. ഇത് ഈ ഇറാഖിൽ ആക്ച്വലി സുന്നീസ് മൈനോറിറ്റി ആയിരുന്നു, പക്ഷേ ഷിയാസാണ് മെജോറിറ്റി. പക്ഷേ ഭരണം കൈയാളുന്നത് എല്ലാ സുന്നീസാണ്. ഇതൊക്കെ ആയിരുന്നു ബേസിക് കോൺഫ്ലിക്റ്റ് എല്ലാ നാടുകളിലും. പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഷിയാസിനെ അത്ര കാര്യമായിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശരിക്കും ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. അഹമ്മദിയാസ് എന്ന് പറയുന്ന വേറൊരു ഇസ്ലാമിക് ശാഖ അവിടെ ബാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ, സകലമാന ഇസ്ലാമിക് വിഭാഗങ്ങളും ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പ്രതിഫലനമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരമെന്നോ മനസ്സിലാക്കാൻ കാശ്മീരിൽ ഇപ്പോൾ നടന്ന ഈ തിരഞ്ഞെടുപ്പ്, അത് ഈ 370 വകുപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനെ ഇന്ത്യയുടെ വേറൊരു സംസ്ഥാന പദവി കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ മടിച്ചു നിൽക്കുന്നത് സുപ്രീം കോടതിയിലെ ഇൻഡാസ് ഉണ്ട്. സെപ്റ്റംബർ മാസത്തിന് മുമ്പേ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയുന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഈ പർട്ടിക്കുലർ ഡിവിഷൻ ഉണ്ടല്ലോ, JNK എന്ന് പറയുന്നത്, ആക്ച്വലി അതൊരു ആർട്ടിഫിഷ്യൽ യൂണിയൻ ആയിരുന്നു. കാശ്മീരിലെ രാജാവ് വന്നിട്ടൊരു ഹിന്ദു ഡോഗ്ര വംശജൻ, അയാൾ ജമ്മു, അങ്ങനെയാണ് അത് ആക്ച്വലി ഒരു എൻറ്റിറ്റി ആയിട്ട് നിന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്നുള്ളതാണ്. ഭാഷാടിസ്ഥാനത്തിലോ ഭക്ഷണക്രമങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും തന്നെ. അപ്പോൾ അത് രണ്ട് ഡിവിഷനായിട്ട് മാറിയത് നല്ല ആരോഗ്യപരമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞുകൂടാ, ഇന്ത്യ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് വേണം പറയാനെന്നുള്ളതാണ്. അല്ലെങ്കിൽ രാജ്യദ്രോഹമാകും. ആസാദ് കാശ്മീർ, ഫ്രീ കാശ്മീർ എന്നല്ലേ അർത്ഥം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് വാലിയുടെ ഭാഗമല്ല. ആക്ച്വലി വാലി അവിടെ അവസാനിക്കുകയാണ്. അവിടെയുള്ള ജനത ഈ പറയുന്ന ടിപ്പിക്കൽ കാശ്മീരി വംശജരല്ല എന്നുള്ളതാണ് സത്യം. അഫ്ഗാനിസ്ഥാനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുഷ്കു ഒക്കെ സംസാരിക്കുന്ന ഒരു ജനതയാണ്. അവിടെയും ഈയിടയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബേസിക്കലി പ്രശ്നം അത്രയും എക്കണോമിക്സ് ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം സാമ്പത്തികമായിട്ട് തരിപ്പണമായിരിക്കുകയല്ലേ. ഇപ്പോൾ അവരുടെ ഭരണത്തിന് കീഴിലുള്ള ഈ പറയുന്ന കാശ്മീരിൻ്റെ ഭാഗത്തും അതിൻ്റെ പ്രതിഫലനമുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടൊക്കെ കാര്യമായിട്ട് ഉള്ള പ്രക്ഷോഭങ്ങളുണ്ട്. ഒരു സമയത്ത് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, അടുത്ത ഭരണം വരുമ്പോൾ അതിനെ കാശ്മീരിൻ്റെ ഭാഗമാകുന്നത് ഗീർവാണങ്ങളായിട്ട് കണക്കാക്കുകയാണ്. അത്രയധികം
ഇപ്പം തന്നെ ഈ ഉള്ള ഈ 99% മുസ്ലിമുള്ള കാശ്മീർ വാലിയെ ഭരിക്കപ്പെടുന്ന പാടില്ല. അതിൽ കൂടി ബാക്കിയും കൂടി ആഡ് ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു ഉണ്ടല്ലോ, പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയല്ല കാശ്മീർ വാലിയിലുള്ളത്. അവരുടെ വാദങ്ങളൊക്കെ തന്നെ വാസ്റ്റ് ഹിന്ദു മെജോറിറ്റിയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകുവാനായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ ഏതാണ്ട് തീർന്നു വരുന്നു എന്നുള്ള സൂചനകളാണ് ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ പോളിംഗ് ശതമാനം ഉണ്ടായതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഫർദർ അങ്ങോട്ട് കടന്നിട്ട് ഈ വാലി ആക്ച്വലി പ്രശ്നങ്ങൾ ധാരാളമായിരുന്നു. പണ്ട് കാശ്മീരിലേക്ക് ഡൽഹിയിൽ നിന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുർഘടമായ ശരിക്കുള്ളൊരു വഴി ഉണ്ടായിരുന്നത് ലാഹോർ റാവൽപിണ്ടി വഴിയുള്ള ബാരാമുള്ള വഴിയായിരുന്നു. അത് അടഞ്ഞു പോയതിന് ശേഷം ഈ ബനിഹാൽ ടണലൊക്കെ ഉണ്ടാക്കി മഞ്ഞ് വീഴുന്ന സമയത്ത് പലപ്പോഴും ഈ വാലി തന്നെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പോകുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു അന്ത്യം കുറിക്കുന്ന വിധത്തിൽ റെയിൽവേ, ഞാൻ കേട്ടത് ആക്ച്വലി ഡൽഹിയിൽ നിന്നും ഈ ഫാസ്റ്റ് ട്രെയിൻസ് ശ്രീനഗറിലേക്ക് എത്തുന്ന കാലം അധികം താമസിക്കേണ്ട ഇതില്ല. അതുപോലെ ഒരുപാട് ട്രേഡ് ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എക്കണോമിക് അപ്ലിഫ്റ്റിംഗ് ആ വാലിയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജനത വേറെ ഒരിടത്തും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നെന്താ പറയണ ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ ഈ ഗീർവാണം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.